ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയെ അമൃതകലശഹസ്തായ സർവമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ നമഃ. ഇന്ന് നമ്മൾ ഗജേന്ദ്രമോക്ഷത്തെ പറ്റി പറയുന്ന 26-ാമത്തെ ദശകത്തിലെ 6-ാമത്തെ ശ്ലോകമാണ്, 10-ാമത്തെ ശ്ലോകം വരെ ഇന്ന് വായിക്കുകയാണ്. ഈ 26-ാമത്തെ ദശകം ഗജേന്ദ്രമോക്ഷത്തെ പറ്റിയാണ് പറയുന്നത്. അതിൽ നമ്മൾ ഇന്നലെ 5 ശ്ലോകം വരെ വായിച്ചു. ഇന്ന് നമ്മൾ 6-ാമത്തെ ശ്ലോകം തൊട്ട് 10-ാമത്തെ ശ്ലോകം വരെ വായിക്കുന്നതായിരിക്കും. 6 തൊട്ട് 10 വരെ. ത്വത്സേവയാഃ വൈഭവാദ് ദുർനിരോധം യുധ്യന്തം തം വത്സരാണാം സഹസ്രം പ്രാപ്തേ കാലേ ത്വത്പദാ ഏകാഗ്രസിദ്ധ്യൈഃ അക്രാന്തം ഹസ്തിവര്യം വ്യതാഃ ത്വം ത്വത്സേവായാഃ വൈഭവാദ് ദുർനിരോധം യുധ്യന്തം തം വത്സരാണാം സഹസ്രം പ്രാപ്തേ കാലേ ത്വത്പദാ ഏകാഗ്രസിദ്ധ്യൈ നക്രാക്രാന്തം ഹസ്തിവര്യം വ്യധാത്വം തുത്സേവായാ വൈഭവാർദ്ധുർനിരോധം യുധ്യന്തം തം വത്സരാണാം സഹസ്രം പ്രാപ്തേ കാലേ ത്വത്പദൈഃ ഏകാഗ്രസിദ്ധ്യൈ നക്രാക്രാന്തം ഹസ്തിവര്യം വ്യധാത്വം ത്വത്സേവായാഃ വൈഭവാദ് ദുർനിരോധം യുധ്യന്തം തം വത്സരാണാം സഹസ്രം പ്രാപ്തേ കാലേ ത്വത്പദാഃ ഏകാഗ്രസിദ്ധ്യൈ ആക്രാന്തം ഹസ്തിവര്യം വ്യദാഹ ത്വം. അങ്ങയെ ഭജിച്ചതിനാലുണ്ടായ മഹത്വം കൊണ്ട് 1000 കൊല്ലങ്ങളോളം യാതൊരു തടസ്സവും കൂടാതെ പൊരുതിയ ആ ഗജേന്ദ്രനെ, അങ്ങയെ ഭജിച്ചതിനാലുണ്ടായ മഹാത്മ്യം കൊണ്ട് 1000 കൊല്ലങ്ങളോളം യാതൊരുവിധ തടസ്സവും കൂടാതെ പൊരുതിയ ആ ഗജേന്ദ്രനെ അങ്ങയുടെ തൃപ്പാദങ്ങളിൽ ഏകാഗ്രത സിദ്ധിപ്പാനുള്ള കാലം വന്നപ്പോൾ നിന്തിരുവടി മുതലയെ കൊണ്ട് കടിപ്പിച്ചു. അങ്ങയെ ഭജിച്ചതിനാലുണ്ടായ മഹാത്മ്യം കൊണ്ട് 1000 കൊല്ലങ്ങളോളം യാതൊരുവിധ തടസ്സവും കൂടാതെ പൊരുതിയ ഗജേന്ദ്രനെ അങ്ങയുടെ തൃപ്പാദങ്ങളിൽ ഏകാഗ്രത സിദ്ധിപ്പാനുള്ള കാലം വന്നപ്പോൾ നിന്തിരുവടി മുതലയെ കൊണ്ട് അവസാനം കടിപ്പിക്കുക തന്നെ ചെയ്തു. 7-ാമത്തെ ശ്ലോകം. അർത്തിഭക്തപ്രാക്തനജ്ഞാനഭക്തിഃ ശുണ്ഡ ഉത്ക്ഷിപ്തൈഃ പുണ്ഡരീകൈഃ സമർച്ചന് പൂർവഭ്യസ്തം നിർവിശേഷ ആത്മനിഷ്ഠം സ്തോത്രശ്രേഷ്ഠം സഹ അന്വഗാദീത് പരാത്മൻ. ആർത്തിഭക്തപ്രാക്തനജ്ഞാനഭക്തിഃ ശുണ്ഡ ഉത്ക്ഷിപ്തൈഃ പുണ്ഡരീകൈഃ സമർച്ചന് പൂർവഭ്യസ്തം നിർവിശേഷ ആത്മനിഷ്ഠം സ്തോത്രശ്രേഷ്ഠം സഹ അന്വഗാദീത് പരാത്മൻ. ആർത്തിഭക്ത പ്രാക്തന ജ്ഞാനഭക്തിഃ ശുണ്ഡ ഉത്ക്ഷിപ്തൈഃ പുണ്ഡരീകൈഃ സമർച്ചന് പൂർവ അഭ്യസ്തം നിർവിശേഷ ആത്മനിഷ്ഠം സ്തോത്രശ്രേഷ്ഠം സഹ അന്വഗാദീത് പരാത്മൻ. ആർത്തിഭക്ത പ്രാക്തന ജ്ഞാനഭക്തിഃ ശുണ്ഡ ഉത്ക്ഷിപ്തൈഃ പുണ്ഡരീകൈഃ സമർച്ചന് പൂർവ അഭ്യസ്തം നിർവിശേഷ ആത്മനിഷ്ഠം സ്തോത്രശ്രേഷ്ഠം സഹ അന്വഗാദീത് പരാത്മൻ. ഹേ പരമാത്മസ്വരൂപിനെയും ആ കരിവരൻ ദുഃഖാധിക്യത്താൽ മനസ്സിൽ തെളിഞ്ഞു തുടങ്ങിയ ജന്മാന്തരത്തിലെ ജ്ഞാനം, ഭക്തി എന്നിവയോട് കൂടിയവനായിട്ട് തുമ്പിക്കയാൽ എടുത്തുയർത്തപ്പെട്ട താമരപ്പൂക്കളാൽ നിന്തിരുവടിയെ അർപ്പിച്ചുകൊണ്ട് മുൻജന്മത്തിൽ അഭ്യസിച്ചിട്ടുള്ള നിർഗുണബ്രഹ്മമായ മഹാസ്തോത്രത്തെ ഇടവിടാതെ പാടിക്കൊണ്ടിരുന്നു. ഹേ പരമാത്മസ്വരൂപൻ ആ കരിവരൻ ദുഃഖാധിക്യത്താൽ മനസ്സിൽ തെളിഞ്ഞു തുടങ്ങിയ ജന്മാന്തരത്തിലെ ജ്ഞാനം, ഭക്തി എന്നിവയോട് കൂടിയവനായിട്ട് തുമ്പിക്കയാൽ എടുത്തുയർത്തപ്പെട്ട താമരപ്പൂക്കളാൽ നിന്തിരുവടിയെ അർപ്പിച്ചുകൊണ്ട് മുൻജന്മത്തിൽ അഭ്യസിച്ചിട്ടുള്ള നിർഗുണ ബ്രഹ്മരൂപമായ മഹാസ്തോത്ര രൂപത്തെ ഇടവിടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 8-ാമത്തെ ശ്ലോകം. ശ്രുത്വാ സ്തോത്രം നിർഗുണസ്ഥം സമസ്തം ബ്രഹ്മ ഈശദ്യൈഃ നഹം ഇതി അപ്രായത്തെ സർവാത്മാ ത്വം ഭൂരികാരുണ്യവേഗാത്
താർഷ്യ ആരൂഢഃ പ്രേക്ഷിതഃ അബൂഹ പുരസ്താദ്. ശ്രുത്വാ സ്തോത്രം നിർഗുണസ്ഥം സമസ്തം ബ്രഹ്മ ഈശ അദ്യൈഹി നാഹം ഇതി അപ്രായത്തെ. സർവാത്മാ ത്വം ഭൂരികാരുണ്യവേഗാത് താർഷ്യ ആരൂഢഃ പ്രേക്ഷിതഃ അബൂ പുരസ്താദ്. ശ്രുത്വാ സ്തോത്രം നിർഗുണസ്ഥം സമസ്തം ബ്രഹ്മ ഈശ ആദ്യൈഹി നാഹം ഇതി അപ്രായത്തെ. സർവാത്മാ ത്വം ഭൂരി കാരുണ്യവേഗാത് താർഷ്യ ആരൂഢഃ പ്രേക്ഷിതഃ അബൂഹു പുരസ്താദ്. നിർഗുണ ബ്രഹ്മരൂപമായ സ്തോത്രത്തെ മുഴുവനും കേട്ട് ബ്രഹ്മാവ്, മഹേശ്വരൻ എന്നീ ദേവന്മാരാൽ ഓരോരുത്തരും ഞാൻ അല്ല സ്തുതിക്കപ്പെടുന്നത് എങ്ങനെ വിചാരിച്ച് പോവാതിരുന്ന സമയം നിർഗുണ ബ്രഹ്മരൂപമായ സ്തോത്രത്തെ മുഴുവനും കേട്ട് ബ്രഹ്മാവ്, മഹേശ്വരൻ എന്നീ ദേവന്മാരാൽ ഓരോരുത്തരും ഞാനല്ല സ്തുതിക്കപ്പെടുന്നത് എന്നിങ്ങനെ വിചാരിച്ച് പോവാതിരുന്ന സമയം സർവദേവാത്മകനായ നിന്തിരുവടി വർദ്ധിച്ച കാരുണ്യം കൊണ്ട് ഗരുഡൻ്റെ പുറത്ത് കയറി ഗജേന്ദ്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷനായി ഭവിച്ചു. നിർഗുണ ബ്രഹ്മരൂപമായ സ്തോത്രത്തെ മുഴുവനും കേട്ട് ബ്രഹ്മാവ്, മഹേശ്വരൻ എന്നീ ദേവന്മാരാൽ ഓരോരുത്തരും ഞാനല്ല സ്തുതിക്കപ്പെടുന്നത് എന്നിങ്ങനെ വിചാരിച്ച് പോവാതിരുന്ന സമയം സർവദേവാത്മകനായ നിന്തിരുവടി വർദ്ധിച്ച കാരുണ്യം കൊണ്ട് ഗരുഡൻ്റെ പുറത്ത് കയറി ഗജേന്ദ്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷനായി ഭവിച്ചു. 10 ശ്ലോകങ്ങൾ ചേർത്ത് വാസിക്കലാം. ശ്രീമദ് നാരായണീയം ഗജേന്ദ്രമോക്ഷം. ഇത്യുപ്ന പാണ്ഡ്യഖണ്ഡാതിരാജഃ ത്വദ്ഭക്താത്മാ ചന്ദനാദ്രൗ കദാചിത് ത്വത്സേവായാം മഗ്നദീഹി ആലുലോകേ നയേവ ഗസ്ത്യം പ്രാപ്തം ആദിത്യകാമം. കുംഭോദ്ഭൂതി സംപ്രതക്രോധഭാരഃ സ്തബ്ധാത്മാ ത്വം ഹസ്തിഭൂയം ഭജേതി സത്വം അതയേനം പ്രത്യഗാത്സ അഭിലേഭേ ഹസ്തീന്ദ്രത്വം തത്സ്മൃതി വ്യക്തിധന്യം. ദുക്താംബോധേ മധ്യഭാജി ത്രികൂടേ ക്രീഡൻ ശൈലേ യുധവഃ അയം വശാഭിഃ സർവാൻ ജന്തൂൻ അത്യവർത്തിഷ്ടശക്ത്യാ ത്വദ്ഭക്താനാം കുത്രണ ഉത്കർഷലാഭ. ക്ഷേന സേംനാ ദിവ്യദേശശക്ത്യാ സ്വയം ഖേതാൻ അപ്രജാനൻ കദാചിത് ശൈലപ്രാന്തേ ഗർഭതാന്തഃ സരസ്യാം യൂതൈഃ സാർത്ഥം ത്വത്പ്രാണോന്ന അഭിരേമേ. ഹുഹൂത്താവദ്ദേവലസ്യാഭിശാപാത് ഗ്രാഹീഭൂത തജ്ജലവർത്തമാനഃ ജഗ്രാഹയേനം ഹസ്തിനം പാദദേശേ ശാന്ത്യർത്ഥം ഹി ശ്രാന്തിദഃ അസിസ്വകാനാം. ത്വത്സേവായാ വൈഭവാത് ദുർനിരോധം യുദ്ധ്യന്തം തം വത്സരാണാം സഹസ്രം പ്രാപ്തേ കാലേ ത്വത്പദ ഏകാഗ്രസിദ്ധ്യൈ നക്രാക്രാന്തം ഹസ്തിപര്യം വ്യദാത്വം. ആർത്തിവ്യക്തപ്രാക്തനജ്ഞാനഭക്തിഃ ശുണ്ഡാ ഉക്ഷിപ്തൈ പുണ്ഡരീകൈ സമർച്ചൻ പൂർവാഭ്യസ്തം നിർവിശേഷാത്മനിഷ്ഠം സ്തോത്രശ്രേഷ്ഠം സ്വ അന്വഗാദീത് പരാത്മൻ. ശ്രുത്വാ സ്തോത്രം നിർഗുണസ്ഥം സമസ്തം ബ്രഹ്മ ഈശാദ്യേന അഹം ഇതി അപ്രായത്തെ. സർവാത്മാ ത്വം ഭൂരികാരുണ്യവേഗാത് താർഷ്യാരൂഢഃ പ്രേക്ഷിതഃ അബു പുരസ്താദ്. ഹസ്തീന്ദ്രം തം ഹസ്തപാത്മനെ ധൃത്വാ ചക്രേണ ത്വം നക്രപര്യം വ്യധാരീഃ ഗന്ധർവേ അസ്മിൻ മുക്തശാപേ സഹ അസ്തിഃ തത്സ്വരൂപ്യം പ്രാപ്യ ദേദീപ്യതേ സ്മ त्वत्सारूप्यं प्राप्य देदीप्यते स्म. एतद्व्यक्त्यं त्वां च मां च प्रगेयः गायेत् सायं भूये स श्रेयसे स्यात्. इति उक्त्वा एनं ते स्वार्धं गतः त्वं कृष्णं विष्णो पाहि मातालयेश. एतद्वृत्तं त्वां च मां च प्रगेयः गायेत् सः अयं भूयसे श्रेयसे स्यात्. इति उक्त्वा एनं तेन सार्धं गतः त्वं कृष्णं विष्णो पाहि पातालयेश. ओम नमो भगवते वासुदेवाय. ओम श्री कृष्ण परमात्मने नमः.